അസ്സലാമു അലൈക്കും. ബിസ്മില്ലാ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ട്. അതിലെ 5ാമത്തെ പാഠവും അതിൻ്റെ തദ്രീബാത്തുമാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. നമുക്ക് ആ പാഠമൊന്ന് നോക്കാം. അദ്ദറസുൽ ഖാമിസ്, 5ാമത്തെ പാഠം. അൽ അവ്വലു വൽ ആഹിർ. അപ്പൊ ഈ പാഠത്തിൽ എന്താണ് പഠിക്കുന്നത് അത് നമുക്കൊന്ന് നോക്കാം. 2 പ്രസിഡന്റുമാരുണ്ടായാൽ ഭരണം ഭംഗിയായി നടക്കുമോ? ഇല്ല. ഒരാൾ നടപ്പിലാക്കാൻ തീരുമാനിക്കുന്ന കാര്യം മറ്റേയാൾ നിർത്തിവെക്കാൻ തീരുമാനിച്ചാൽ കലഹമാകും. അപ്പോൾ ഈ ലോകത്ത് 2 ഇലാഹുണ്ടായാൽ എന്താകും സ്ഥിതി? ഒരാൾ മഴ പെയ്യാൻ തീരുമാനിക്കുമ്പോൾ മറ്റേയാൾ മഴ വേണ്ടെന്ന് പറയാം. അതോടെ 2 പേരും അശക്തരാവും. അശക്തർ ഇലാഹാവുകയില്ല. അല്ലാഹു തആല പറഞ്ഞു, ലൗ കാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദതാ. അതിന്റെ അർത്ഥം നോക്കൂ. അല്ലാഹു തആല അല്ലാത്ത ആരാധ്യനുണ്ടായിരുന്നെങ്കിൽ ആകാശഭൂമികൾ നശിക്കുമായിരുന്നു. ഇനി ബാക്കി നോക്കൂ. ഇലാഹ് ഒന്നിലധികമായാൽ ലോകത്തിന്റെ വ്യവസ്ഥ അവതാളത്തിലാവും, കുഴപ്പമുണ്ടാവും. അതുകൊണ്ട് വ്യവസ്ഥാപിതമായി നിലകൊള്ളുന്ന ഈ പ്രപഞ്ചത്തിന് ഒരു നിയന്താവു മാത്രമേ ഉണ്ടാകാവൂ. അവനാണ് അല്ലാഹു തആല. യഥാർത്ഥ ഇലാഹ് അല്ലാഹു തആല മാത്രമാണ്. അവൻ ഏകനാണ്. അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അശക്തി അല്ലാഹു തആലാക്ക് മുസ്തഹീലായ സിഫത്താണ്. എന്താണ് മുസ്തഹീലായ സിഫത്ത്? ബഹ്ജമോൾ ചോദിച്ചു. ഇലാഹിന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ് മുസ്തഹീലായ സിഫത്ത്. അവ 20 ഉസ്താദ് പറഞ്ഞു. വാജിബായ സിഫത്തുകളുടെ വിപരീതങ്ങളാണവ. ഏതൊക്കെയാണ് വാജിബായ സിഫത്തുകൾ? ബാസിൽ മോൻ ചോദിച്ചു. ഉസ്താദ് പാട്ടുപാടി. ഇവിടെ നമുക്ക് വാജിബായ സിഫത്തുകളുടെ ഒരു പാട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ പാടണമൊന്നുമില്ല, നിങ്ങൾക്ക് വെറുതെ അതൊന്ന് വായിച്ചു തരുന്നേ ഉള്ളൂ. നോക്കൂ. ഫല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാക്കി മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി വകായിമുൻ ഗനി വവാഹിദുൻ വഹൈ ഖാദിർ മുരീദുൻ ആലിമുൻ ബികുല്ലി ഷൈ സമീഉനിൽ ബസീർ വൽ മുതകല്ലിമു ലഹുസിഫാത്തുൻ സബഗത്തുൻ തൻതളിമു ഫഖുദ്റത്തുൻ ഇറാദത്തുൻ സമഉം ബസർ ഹയാത്തുനിൽ ഇൽമു കലാമുനിസ്തമർ. നിങ്ങൾ ഈ പാട്ട് പാടിയിട്ട് നന്നായി പഠിക്കുക. ഇനി നോക്കൂ. ഇവിടെ നമുക്ക് താഴെ വാജിബായ സിഫത്തുകളും മുസ്തഹീലായ സിഫത്തുകളും കൊടുത്തിട്ടുണ്ട്. വാജിബായ സിഫത്തിന്റെ വിപരീതമാണ് മുസ്തഹീലായ സിഫത്ത്. നോക്കൂ. വാജിബും മുസ്തഹീലുമായ സിഫത്തുകൾ നമുക്ക് താരതമ്യം ചെയ്തു നോക്കാം. ഒരു ഭാഗത്ത് നമുക്ക് അസ്സിഫാത്തുൽ വാജിബ, ഇപ്പുറത്ത് നമുക്ക് അസ്സിഫാത്തുൽ മുസ്തഹീല. നമുക്കതൊന്ന് നോക്കാം. വാജിബായ സിഫത്ത് അൽ വുജൂദ്, ഉള്ളവനായിരിക്കുക. അതിന്റെ ഓപ്പോസിറ്റ്, അതായത് വിപരീതം, മുസ്തഹീലായ സിഫത്ത് അൽ ഖദം, ഇല്ലാതിരിക്കുക. വാജിബായ സിഫത്ത് അൽ ഖിദം, അനാദ്യനായിരിക്കുക. മുസ്തഹീല് അൽ ഹുദൂസ്, പുതുതായി ഉണ്ടാവുക. വാജിബായ സിഫത്ത് അൽ ബക്കാ, അന്ത്യമില്ലാതിരിക്കുക. അൽ ഫനാ, നശിച്ചു പോവുക. വാജിബായ സിഫത്തിലെ 4ാമത്തേത് നോക്കൂ. അൽ മുഖാലഫത്തുൽ ലിൽ ഹവാദിസി, സൃഷ്ടികളോട് എല്ലാ നിലയിലും വ്യത്യസ്തമാവുക. അതിന്റെ മുസ്തഹീലായ സിഫത്ത് നോക്കൂ. അൽ മുമാസലത്തുൽ ലിൽ ഹവാദിസി, സൃഷ്ടികളോട് വല്ല നിലയിലും സാദൃശ്യമാവുക. 5. അൽ ഖിയാമു ബിൻ നഫ്സി, നിരാശ്രയത്വം. മുസ്തഹീലായ സിഫത്ത് അൽ ഇഹ്തിയാജ്, ആശ്രയത്വം. 6. വാജിബായ സിഫത്ത് അൽ വഹ്ദാനിയ്യ, അതിന്റെ അർത്ഥം നോക്കൂ, ഏകത്വം. മുസ്തഹീലായ സിഫത്ത് അത്തഅദ്ദുദ്, ബഹുത്വം. വാജിബായ സിഫത്ത് 7ാമത്തേത് അൽ ഖുദ്റത്ത്, കഴിവ്. മുസ്തഹീലായ സിഫത്ത് അൽ അജ്സ്, അശക്തി. 8. അൽ ഇറാദത്ത്, ഉദ്ദേശം. മുസ്തഹീലായ സിഫത്ത് അൽ കറാഹത്ത്, നിർബന്ധാവസ്ഥ. 9. അൽ ഇൽമ്, അറിവ്. മുസ്തഹീലായ സിഫത്ത് അൽ ജഹല്, അജ്ഞത. 10. അൽ ഹയാത്ത്, ജീവ്. അതിന്റെ മുസ്തഹീലായ സിഫത്ത് അൽ മൗത്ത്, മരണം. 11. അസ്സമ, കേൾവി. മുസ്തഹീലായ സിഫത്ത് അസ്സമം, ബധിരത. 12. അൽ ബസർ, കാഴ്ച. മുസ്തഹീലായ സിഫത്ത് അൽ അമ, അന്ധത. 13. അൽ കലാം, സംസാരം. മുസ്തഹീലായ സിഫത്ത് അൽ ബക്കം, മൂകത. 14. കൗനുഹു ഖാദിറൻ, കഴിവുള്ളവനായിരിക്കുക. മുസ്തഹീലായ സിഫത്ത് കൗനുഹു ആജിസൻ, അശക്തനാവുക.
15 കൗനുഹു മുരീദ, അർത്ഥം ഉദ്ദേശമുള്ളവനായിരിക്കുക. മുസ്തഹീലായ സിഫത്ത് കൗനുഹു കാരിഹൻ, നിർബന്ധിതനാവുക. 16 കൗനുഹു ആലിമൻ, അറിവുള്ളവനായിരിക്കുക. മുസ്തഹീലായ സിഫത്ത് കൗനുഹു ജാഹിലൻ, അജ്ഞതയുള്ളവനാവുക. 17 കൗനുഹു ഹയ്യൻ, ജീവിച്ചിരിക്കുന്നവനാവുക. മുസ്തഹീലായ സിഫത്ത് കൗനുഹു മയ്യിത്തൻ, മരിക്കുന്നവനാവുക. 18 കൗനുഹു സമീഅൻ, കേൾവിയുള്ളവനായിരിക്കുക. മുസ്തഹീലായ സിഫത്ത് കൗനുഹു അസമ്മ, ബധിരനാവുക. 19 കൗനുഹു ബസീറൻ, കാഴ്ചയുള്ളവനായിരിക്കുക. മുസ്തഹീലായ സിഫത്ത് കൗനുഹു അഅ്മ, അന്ധനാവുക. 20 കൗനുഹു മുത്തകല്ലിമൻ, സംസാരമുള്ളവനായിരിക്കുക. അതിന്റെ മുസ്തഹീലായ സിഫത്ത് കൗനുഹു അബുക്കമ, മൂകനാവുക. നിങ്ങൾ വാജിബായ സിഫത്തുകൾ അത് തന്നെ നിങ്ങൾ പഠിക്കണം. മുസ്തഹീലായ സിഫത്തുകളും തന്നെ പഠിക്കണം. രണ്ടും 20 എണ്ണമാണ്. വാജിബായ സിഫത്തുകളുടെ ഓപ്പോസിറ്റ്, അതായത് വിപരീതങ്ങളാണ് മുസ്തഹീലായ സിഫത്ത്. അത് രണ്ടും നിങ്ങൾ തെറ്റിപ്പോവാതെ പഠിക്കുക. ഇനി നോക്കൂ, നമുക്ക് വാജിബായ സിഫത്തുകൾ തന്നെ മുസ്തഹീലായ സിഫത്തുകളും തന്നെ ഒന്ന് നോക്കാം. നോക്കൂ, വാജിബായ സിഫത്തുകൾ: അൽ വുജൂദ്, ഉള്ളവനായിരിക്കുക. 2 അൽ ഖിദം, അനാദ്യനായിരിക്കുക. 3 അൽ ബക്കാ, അന്ത്യമില്ലാതിരിക്കുക. 4 അൽ മുഖാലഫത്തു ലിൽ ഹവാദിസി, സൃഷ്ടികളോട് എല്ലാ നിലയിലും വ്യത്യസ്തമാവുക. 5 അൽ ഖിയാമു ബിൻ നഫ്സി, നിരാശ്രയത്വം. 6 അൽ വഹ്ദാനിയ, ഏകത്വം. 7 അൽ ഖുദ്റത്ത്, കഴിവ്. 8 അൽ ഇറാദത്ത്, ഉദ്ദേശം. 9 അൽ ഇൽമ്, അറിവ്. 10 അൽ ഹയാത്ത്, ജീവ്. 11 അസ്സമ, കേൾവി. 12 അൽ ബസർ, കാഴ്ച. 13 അൽ കലാം, സംസാരം. 14 കൗനുഹു കാദിറൻ, കഴിവുള്ളവനായിരിക്കുക. 15 കൗനുഹു മുരീദൻ, ഉദ്ദേശമുള്ളവനായിരിക്കുക. 16 കൗനുഹു ആലിമൻ, അറിവുള്ളവനായിരിക്കുക. 17 കൗനുഹു ഹയ്യൻ, ജീവിച്ചിരിക്കുന്നവനാവുക. 18 കൗനുഹു സമീഅൻ, കേൾവിയുള്ളവനായിരിക്കുക. 19 കൗനുഹു ബസീറൻ, കാഴ്ചയുള്ളവനായിരിക്കുക. 20 കൗനുഹു മുത്തകല്ലിമൻ, സംസാരമുള്ളവനായിരിക്കുക. ഇനി നമുക്കതുപോലെ മുസ്തഹീലായ സിഫത്തുകളും 20 എണ്ണം നോക്കാം. അൽ ആദം, ഇല്ലാതിരിക്കുക. അൽ ഹുദൂസ്, പുതുതായി ഉണ്ടാവുക. അൽ ഫനാ, നശിച്ചു പോവുക. അൽ മുമാസലത്തു ലിൽ ഹവാദിസി, സൃഷ്ടികളോട് വല്ല നിലയിലും സാദൃശ്യമാവുക. അൽ ഇഹ്തിയാജ്, ആശ്രയത്വം. അത്ത് തഅദ്ദുദ്, ബഹുത്വം. അൽ അജ്സ്, അശക്തി. അൽ കറാഹത്ത്, നിർബന്ധാവസ്ഥ. അൽ ജഹൽ, അജ്ഞത. അൽ മൗത്ത്, മരണം. അസ്സമം, ബധിരത. അൽ ആമ, അന്ധത. അൽ ബക്കം, മൂകത. കൗനുഹു ആജിസൻ, അശക്തനാവുക. കൗനുഹു കാരിഹൻ, നിർബന്ധിതനാവുക. കൗനുഹു ജാഹിലൻ, അജ്ഞതയുള്ളവനാവുക. കൗനുഹു മയ്യിത്തൻ, മരിക്കുന്നവനാവുക. കൗനുഹു അസമ്മ, ബധിരനാവുക. കൗനുഹു അഅ്മ, അന്ധനാവുക. കൗനുഹു അബുക്കം, മൂകനാവുക. അപ്പം നിങ്ങൾ ഈ 2 സിഫത്തുകളും തെറ്റിപ്പോവാതെ പഠിക്കണം. ഇനി നമുക്കതിലെ ബാക്കി പ്രവർത്തനങ്ങളൊക്കെ നോക്കാം. ഇനി നോക്കൂ, ജായിസായ സിഫത്ത്, ഉണ്ടാകാവുന്ന കാര്യം ചെയ്യലും ചെയ്യാതിരിക്കലും അല്ലാഹു തആലാക്ക് ജായിസായ സിഫത്താണ്. ഇനി നോക്കൂ, ഈ പാഠത്തിന്റെ അവസാനത്തിൽ നമുക്കൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അതിന്റെ അർത്ഥം അല്ലാഹു തആല എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ഇതോട് കൂടിയിട്ട് ഈ പാഠം കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിലെ ഒന്നാമത്തെ പ്രവർത്തനം നക്തുബുൽ മഅന, അർത്ഥം എഴുതാനുള്ളതാണ്. ഇവിടെ നമുക്ക് കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ അർത്ഥമാണ് നമ്മളിവിടെ എഴുതേണ്ടത്. നോക്കൂ, ഖുദ്റത്ത്, അതിന്റെ അർത്ഥം കഴിവ്. ഇൽമ്, അർത്ഥം അറിവ്. സമഅ, കേൾവി. കലാം, സംസാരം. അൽ ഖിയാമു ബിൻ നഫ്സി, നിരാശ്രയത്വം. ഇനി നോക്കൂ, തദ്രീബാത്തിലെ രണ്ടാമത്തെ പ്രവർത്തനം നക്തുബു കമാഫിൽ മിസാൽ, ഉദാഹരണത്തിൽ കൊടുത്തതുപോലെ എഴുതാനുള്ളതാണ്. ഇവിടെ നോക്കൂ, ഖുദ്റത്തുൻ, കൗനുഹു ഖാദിറൻ, അതുപോലെ നമ്മൾ ബാക്കിയുള്ളത് എഴുതാനുള്ളതാണ്. നോക്കൂ, ഇറാദത്തുൻ, കൗനുഹു മുരീദൻ. ഇൽമുൻ, കൗനുഹു ആലിമൻ. ഹയാത്തുൻ, കൗനുഹു ഹയ്യൻ. ഇപ്പുറത്ത് നോക്കൂ, അജ്സുൻ, കൗനുഹു ആജിസൻ. കറാഹത്തുൻ, കൗനുഹു കാരിഹൻ. ജഹലുൻ, കൗനുഹു ജാഹിലൻ. മൗത്തുൻ, കൗനുഹു മയ്യിത്തൻ.
സമൂൻ കൗനുഹു സമീയൻ, സമമുൻ കൗനുഹു അസമ്മ, ബസറുൻ കൗനുഹു ബസീറൻ, അമ്മ കൗനുഹു അഅമ, കലാമുൻ കൗനുഹു മുതകല്ലിമൻ, ബക്കമുൻ കൗനുഹു അബുക്കം. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. തദ്രീബാത്തിലെ മൂന്നാമത്തെ പ്രവർത്തനം നോക്കൂ. നുഗരിബ്. ഇവിടെ നമുക്ക് കൊടുത്തതിന്റെ അറബി പദമാണ് നമ്മൾ എഴുതേണ്ടത്. നോക്കൂ. ആശ്രയത്വം, അതിന്റെ അറബി പദം അൽ ഇഹ്തിയാജ്. നിർബന്ധാവസ്ഥ, അതിന്റെ അറബി പദം അൽ കറാഹത്ത്. ബഹുത്വം, അതിന്റെ അറബി പദം അത്തഅദ്ദുദ്. അജ്ഞത, അതിന്റെ അറബി അൽ ജഹൽ. അശക്തി, അതിന്റെ അറബി പദം അൽ അജിസ്. ഇനി നോക്കൂ. തദ്രീബാത്തിലെ നാലാമത്തെ പ്രവർത്തനം നക്തുബുൽ ലിദ്. ലിദ് എന്ന് പറഞ്ഞാൽ വിപരീതം എഴുതാനുള്ളതാണ്. അൽ ബക്കം, അതിന്റെ വിപരീതം അൽ കലാം. അൽ ആദം, അതിന്റെ വിപരീതം അൽ വുജൂദ്. അൽ ആമ, അതിന്റെ വിപരീതം അൽ ബസർ. അൽ ഹുദൂസ്, അതിന്റെ വിപരീതം അൽ ഖിദം. അസ്സമം, അതിന്റെ വിപരീതം അസ്സമു. അൽ ഫനാ, അതിന്റെ വിപരീതം അൽ ബക്കാ. അൽ മൗത്ത്, അതിന്റെ വിപരീതം അൽ ഹയാത്ത്. അൽ ഇഹ്തിയാജ്, അതിന്റെ വിപരീത പദം അൽ ഖിയാമു ബിൻ നഫ്സി. ഇനി നോക്കൂ. തദ്രീബാത്തിലെ അഞ്ചാമത്തെ പ്രവർത്തനം നുജീബ്. ഉത്തരം എഴുതാനുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം. ഒരു രാജ്യത്ത് 2 രാജാക്കന്മാരുണ്ടായാൽ എന്ത് സംഭവിക്കും? അതിന്റെ ഉത്തരം. ഒരാൾ നടപ്പിലാക്കാൻ തീരുമാനിക്കുന്ന കാര്യം മറ്റേയാൾ നിർത്തിവെക്കാൻ തീരുമാനിച്ചാൽ കലഹമാകും. രണ്ടാമത്തെ ചോദ്യം. 2 ഇലാഹുണ്ടായാൽ എന്താണ് പ്രശ്നം? അതിന്റെ ഉത്തരം. ഒരാൾ മഴ പെയ്യാൻ തീരുമാനിക്കുമ്പോൾ മറ്റേയാൾ മഴ വേണ്ടെന്ന് പറയാം. അതോടെ 2 പേരും അശക്തരാവും. മൂന്നാമത്തെ ചോദ്യം. അല്ലാഹു തആലാക്ക് ജായിസായ സിഫത്ത് ഏതാണ്? അതിന്റെ ഉത്തരം. ഉണ്ടാകാവുന്ന കാര്യം ചെയ്യലും ചെയ്യാതിരിക്കലും അല്ലാഹു തആലാക്ക് ജായിസായ സിഫത്താണ്. ഇനി നോക്കൂ. തദ്രീബാത്തിലെ ആറാമത്തെ പ്രവർത്തനം നൊഇദ് ഫിക്ര. പാരഗ്രാഫ് തയ്യാറാക്കാനുള്ളതാണ്. അല്ലാഹു അഹദ്. അല്ലാഹു ഏകനാണ്. അതിനെ കുറിച്ചിട്ട് ഒരു പാരഗ്രാഫ് എഴുതാനുള്ളതാണ്. നോക്കൂ. അല്ലാഹു ഏകനാണ്. ബഹുത്വമോ നാനാത്വമോ ഘടനയോ ഇല്ലാത്തവനാണവൻ. ഇണയോ തുണയോ പങ്കാളിയോ ഇല്ലാത്തവൻ. സത്തയിലും ഗുണങ്ങളിലും പ്രവർത്തനങ്ങളിലുമെല്ലാം തന്നെ ഏകനായുള്ളവൻ. പ്രപഞ്ചത്തിന്റെ ഏക സൃഷ്ടാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമാണവൻ. അല്ലാഹു ഏകനാണെന്നും അവൻ സ്വതന്ത്രനാണെന്നും അവന് ഒരു പിന്തുണയും ആവശ്യമില്ലെന്നും എല്ലാം അവനെ ആശ്രയിച്ചിരിക്കുന്നുവെന്നും വ്യക്തമാണ്. അവന് പിതാവില്ല, മക്കളുമില്ല. അവന് തുല്യനായി ആരും തന്നെയില്ല. അവൻ സന്താനം ജനിപ്പിച്ചിട്ടില്ല. അവൻ ജനിച്ചിട്ടുണ്ടായിട്ടുമില്ല. അവൻ ഏതെങ്കിലും ഒന്നിന്റെ ജനയിതാവല്ല, അഥവാ പിതാവോ മാതാവോ ബീജമോ അല്ല. അവൻ മറ്റൊന്നിൽ നിന്ന് ജന്യനായവനോ ഉത്ഭവിച്ചവനോ അല്ല. അവൻ സ്വയംഭൂവാണ്, അനാദ്യനാണ്, അനന്തനാണ്. അപ്പോൾ അവന്റെ സന്താനമോ അവതാരമോ ആയി യാതൊന്നും ഉണ്ടാവുന്നതല്ല. അങ്ങനെയുള്ള സങ്കല്പങ്ങളിൽ നിന്നെല്ലാം പരിശുദ്ധനാണവൻ. അവനല്ലാതെയുള്ളതെല്ലാം അവന്റെ സൃഷ്ടികൾ മാത്രമാണ്. അവന് തുല്യനായി ഒരുവനുമില്ല. അവന്റെ പ്രവർത്തനങ്ങളിലോ അധികാരത്തിലോ അവകാശത്തിലോ സൃഷ്ടിയിലോ സംഹാരത്തിലോ നിയന്ത്രണത്തിലോ അറിവിലോ കഴിവിലോ ഒന്നും തന്നെ അവന് തുല്യനായി കിടയായി പങ്കാളിയായി ഒന്നുമില്ല. അവനെപ്പോലെ ഒരു വസ്തുവുമില്ല. അവനാകട്ടെ എല്ലാം കേൾക്കുന്നവനും കണ്ടറിയുന്നവനുമാണ്. അപ്പോൾ ഇതോട് കൂടിയിട്ട് ഈ പാഠത്തിലെ തദ്രീബാത്ത് വർക്കുകളൊക്കെ കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാ അടുത്തൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.